നമുക്കിനി കുറച്ച് ലളിത ഗാനം കേൾക്കാം അല്ലേ? തേഴ്സി നമ്മളോട് പോട്ടെ. മോനെ പേരെന്താ മോനെ? തേഴ്സി നല്ലൊരു ചിരിയൊക്കെ ചിരിച്ചു വരാണ്. ഞാനിവിടുത്തെ ടെഹസിൻ ടെഹസിൻ എന്ന് പറയുന്നത് ചേച്ചി കേൾക്കുന്നില്ലേ? ക്ലിയർ ആയില്ലായിരുന്നു. ഓക്കെ ശരി. ശരി ഓക്കെ സാരില്ല. തേഴ്സൻ നല്ല ചിരിയാണ്. ഓക്കെ ഏത് സ്കൂളാ? എവിടുന്നാ? നാടെവിടെയാ? കൊല്ലം. കൊല്ലം മയ്യനാട് എച്ച്എസ്എസ്. ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ? അതെ. ഏത് ക്ലാസ്സിലാ മോൻ? 8ല്. 8ല്. 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അവൻ കേട്ടോ. 8ാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ. രക്ഷയിലാവും. അച്ഛൻ പൊക്കമുള്ള ആളാണ്. അച്ഛനോട് നിൽക്കുന്നുണ്ട്, ഞാൻ കണ്ടു. അപ്പൊ പാടുവല്ലേ? നീട്ടി കൊണ്ടോണ്ടല്ലോ. പാടിക്കോ. പാടട്ടെ. മത്സരം കഴിഞ്ഞോ? എന്നിട്ട് ആദ്യ കലോത്സവത്തിന് എ ഗ്രേഡ് ഉണ്ടല്ലേ? പൊളി. ശരി. വെറുതെ ആണോ സംസ്ഥാന സ്കൂൾ കലോത്സവം വരെ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ വരുന്നവർക്കൊന്നും എ ഗ്രേഡ് കേട്ടോ. പാടിക്കോ. ഇന്ദ്രയവം പൂത്തുലഞ്ഞു ചൈത്ര പൗർണമി രാവിൻ പൂനിലാവിൻ പുടവ ചാർത്തും യാമിനി നീ സുരസുന്ദരി യാമിനി നീ സുരസുന്ദരി. ഇനി പാട്ട് പാടുന്നുണ്ടോ? ഇപ്പൊ ലളിതഗാനൊക്കെ അല്ലേ, കുറച്ച് മസിലൊക്കെ പിടിച്ചല്ലേ പാടിയത്? ലൈറ്റായിട്ട് നൈസായിട്ട് ഒരു പാട്ട് പാടിക്കോ. ഒരു അടിപൊളി പാട്ട്. കുട്ടി ഒരു അടിപൊളി പാട്ടെന്ന് വരുന്നവരോട് പോകുന്നവരോടൊക്കെ ചോദിക്കുന്നു, ഒരു പാട്ട് പാടി കൊടുക്കോ. ഏടുക്കുമ്പോളായിരങ്ങൾ തോടുക്കുമ്പോളായിരങ്ങൾ മലരമ്പുകൾ പുളകങ്ങളായി ഏടുക്കുമ്പോളായിരങ്ങൾ തോടുക്കുമ്പോളായിരങ്ങൾ മലരമ്പുകൾ പുളകങ്ങളായി ഒരിക്കലും മായുകില്ലേ അനവദ്യമോഹരാത്രി പാൽക്കടലലയായി യൗവനം ദിൽറുബാ ദിൽറുബാ ഇനി സംഗമോത്സവം. താങ്ക് യു. വേറെ മൂഡിലേക്ക് എത്തിച്ചു അല്ലേ നമ്മളെ? താങ്ക് യു. അടുത്ത തവണ കേട്ടോ ആരെങ്കിലും വരും, ഒരു അടിപൊളി പാട്ട് പാടി തരും എന്റെ കുട്ടിക്ക്. ചെറുതായിട്ട് പക്ഷേ 2K കിഡ്സിന് ഇങ്ങനെ ആയിരിക്കില്ല, അടിപൊളി എന്ന് പറയുന്നവർക്ക് ഇങ്ങനെ ആയിരിക്കാം അല്ലേ? നമുക്ക് മനസ്സിലാവേണ്ടായിരിക്കും അല്ലേ? ഇനി വളരെ പ്രധാനപ്പെട്ട നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, സംസ്കൃതം പ്രശ്നോത്തരി. എല്ലാം അറിയാലോ അല്ലേ? കുറെ തവണ പങ്കെടുത്തിട്ടുള്ള അല്ലേ? മലയാളം തന്നെ പ്രശ്നമാകുമ്പോഴാണ് പ്രശ്നോത്തരി. ഓക്കെ, അപ്പോ കോഴിക്കോട് നിന്നെത്തി എ ഗ്രേഡ് വാങ്ങിയ നിരഞ്ജന വി. വരൂ നിരഞ്ജന മോള് വരട്ടെ. വരൂ. കോഴിക്കോട് സ്കൂളിലെ നിരഞ്ജന. തിരുവങ്ങൂർ എച്ച്എസ്എസ്. തിരുവങ്ങൂരാണ്. ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ? ആദ്യമായിട്ടാണ്. ഏത് ക്ലാസ്സിലാ? 9th. നിരഞ്ജന ഐശ്വര്യമായിട്ട് ഇത് എന്താണ് ഈ പരിപാടി ഒന്ന് പറഞ്ഞു. ഒന്നും വേണ്ട. ഓക്കെ, എന്താ ഈ സംസ്കൃതം പ്രശ്നോത്തരി എങ്ങനെയാണ്? 20 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ചോദ്യവും പറയും, പെൻ ഡൗൺ പറഞ്ഞ് ഉത്തരം പറഞ്ഞ് അപ്പം തന്നെ സ്കോർ ഇടും. അങ്ങനെ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക? ആനുകാലികം ചോദിക്കും, പിന്നെ പുരാണവുമായി ബന്ധപ്പെട്ടത് ചോദിക്കും, പിന്നെ സംസ്കൃതത്തിലെ വ്യാകരണോ അങ്ങനെ ഒക്കെ ചോദിക്കും അല്ലേ? ചെറുതിലോട്ട് സംസ്കൃതം പഠിക്കുമോ? 1ാം ക്ലാസ് തൊട്ട് പഠിക്കും. ഏത് സ്കൂളില്? തിരുവങ്ങൂർ എച്ച്എസ്എസ്. അത് ശരി. നമ്മുടെ സ്കൂളിലും ഉണ്ടായിരുന്നു സംസ്കൃതം ഉണ്ടായിരുന്നു. 3 വർഷം ഞാനും പഠിച്ചിട്ടുണ്ട്. ശരിയാണ്, ഞാൻ ഹൈസ്കൂളിൽ പഠിച്ച സ്കൂളിലുണ്ടായിരുന്നു സംസ്കൃതം എടുക്കുന്നത്. ശരിയാണ്. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചേ? ഇപ്പം നടന്ന കേരള ഗവർണർ മാറിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ ആരായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ വേദാംഗങ്ങളൊക്കെ ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു. പിന്നെ മഹേഷ സൂത്ര അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എ ഗ്രേഡ് കിട്ടിയോ? ഓക്കെ, അപ്പോൾ മിടുക്കിയാണ് കേട്ടോ. പത്രമൊക്കെ വായിക്കോ? എല്ലാ ദിവസവും വായിക്കും. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കും എന്നുള്ളതുകൊണ്ടാണോ ഇത് ഇഷ്ടം? ഈ പ്രശ്നോത്തരി ഇഷ്ടമായതുകൊണ്ടാണോ അതോ വീട്ടിലെല്ലാവരും പത്രം വായിക്കുന്ന രീതിയിലാണോ? പ്രശ്നോത്തരി ഇഷ്ടമാണ്, അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ. സംസ്കൃതം ഇഷ്ടമാണോ? സംസ്കൃതം ഇഷ്ടമാണ്. ശരി. എന്തുകൊണ്ടാണ് സംസ്കൃതം പഠിക്കാൻ തീരുമാനിച്ചേ?
സംസ്കൃതം ചെറുപ്പത്തിൽ എനിക്ക് ഇഷ്ടമായിരുന്നു, അപ്പം സംസ്കൃതം തുടർന്ന് വീട്ടിലാരെങ്കിലും അറിയാമോ? വീട്ടിലാർക്കെങ്കിലും പഠിച്ചിട്ടോ മറ്റോ ഉണ്ടോ? ഇല്ല, അത് അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ പഠിച്ചതാ. ശരി മോളെ. ശരി മോളെ. നിരഞ്ജന, ഇപ്പം സംസ്കൃത പ്രശ്നോത്തരി എന്താന്ന് കൂടിയല്ലേ നിരഞ്ജന കൂടി പറഞ്ഞു. അതെ അതെ അതെ. താങ്ക് യു. ശരി.